ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ലഞ്ചിന് ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലിന് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രീസറിനകത്തിൽ കുറച്ച് വെള്ളരിക്ക ഫ്രോസൺ ആക്കിയത്, പിന്നെ ചേന ഫ്രോസൺ ആക്കിയത്, കുറച്ച് പടവലങ്ങ, അപ്പോൾ അതൊക്കെ ഫ്രോസൺ ആക്കിയത് ആഡ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രഷായിട്ട് ആഡ് ചെയ്തത് കുറച്ച് ക്യാരറ്റ്, പിന്നെ സ്പിനച്ച് ലീവ്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പം തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിരുന്നു, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തിരുന്നു. തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ജീരക പൗഡർ കുറച്ച് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, ഉപ്പ് ചേർത്തു, പച്ചമുളക് ചേർത്തു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വേവാനായിട്ട് അടച്ചു വെച്ചു. പിന്നെ അതിൻ്റെ അതേ സമയം തന്നെ അതൊന്ന് വേവുന്ന സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഫിഷ് കറി ഉണ്ടാക്കി. ഒരു സാമൺ ഫിഷ് കറി, നോർമൽ ഒരു മുളകിട്ട സാമൺ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവിയൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ആഡ് ചെയ്തില്ല. പിന്നെ കേടോ യോഗട്ടോ ഒന്നും ആഡ് ചെയ്തില്ല അവിയലിനകത്തിൽ. പകരം ടൊമാറ്റോ ആണ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫിഷ് കറി സവോളയല്ല, കൊച്ചുള്ളി, ജിഞ്ചർ, ഗാർലിക് അതൊക്കെ ക്രഷ്ഡ് ഒന്ന് വഴറ്റിയിട്ട് മസാല, അതായത് മുളക് പൊടി ചേർത്ത് കൊടുത്തു, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തു. അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പം കൊടംപുളി ചേർത്തു. ചിലപ്പോൾ ഞാൻ ടൊമാറ്റോ ചേർക്കും, ചിലപ്പോൾ ചേർക്കത്തില്ല. പിന്നെ സാമൺ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പം സാമൺ ഫിഷ് അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇന്ന് ഫ്രഷായിട്ട് എനിക്ക് കുറച്ച് ചോറൂടെ വെക്കണമായിരുന്നു. ഞാൻ 2 ദിവസത്തേക്കാണ് ചോറ് വെക്കാറ്, കുക്കറിലാണ് വെക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് ചോറൂടെ വയ്ക്കണമായിരുന്നു. അപ്പോൾ അവിയൽ കുക്കായി കഴിഞ്ഞപ്പം ആ സെയിം സ്റ്റോവിലോട്ട് തന്നെ കുക്കറിനകത്തിൽ ചോറും വെച്ചു. അപ്പോൾ അവിയൽ ഇതേ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പം അതൊന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ മാറ്റി വെച്ചു. അതിന് ശേഷം സെയിം സ്റ്റോവിൽ കുക്കറിനകത്തിൽ അരി ഇട്ടു വേവിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് അവിയൽ, ഫിഷ് കറി, ഒരു ഇച്ചിരി രസം ഇരിപ്പുണ്ടായിരുന്നു നേരത്തെ, അത്